കോഴിക്കോട് ഗോവിന്ദപുരത്തെ ദീപകിന്റെ മരണത്തിൽ നടപടി തുടങ്ങി പോലീസ്. മാതാപിതാക്കളുടെ മൊഴിയെടുത്തു. പോലീസിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത്. വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും ഇടപെട്ടു. ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാനാണ് ഉത്തരമേഖല ഡിഐജിക്ക് നിർദ്ദേശം. അർജുൻ PS ചേരുന്ന വിവരങ്ങളുമായി. അർജുൻ, പറയൂ. രോഹിണി, അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് ഇവിടെ എത്തി മൊഴി രേഖപ്പെടുത്തിയത്. അതായത് കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയത്. അല്പസമയം മുമ്പ് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമൊക്കെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരുന്നു. അതായത് ഇത്തരത്തിൽ പോലീസ് വളരെ താമസിച്ചാണ് ഇവിടേക്ക് എത്തിയത്. അതായത് മൊഴി എടുക്കാൻ തന്നെയും അല്ലെങ്കിൽ കാര്യങ്ങൾ അന്വേഷിക്കാൻ തന്നെ പോലീസ് എത്തിയത് വളരെ താമസിച്ചാണെന്ന് ആരോപിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇവിടെ ഉയർന്നു വരുന്നതും കുടുംബവും അതുപോലത്തെ നാട്ടുകാരും ഒക്കെ ചേർന്നുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇവിടെ ഉയർന്നു വന്നത്. ഇതിനകത്തും ദാരുണമായ സംഭവമാണ് ഇവിടെ ഉണ്ടായത്. ആ സംഭവത്തിന് ശേഷം പിന്നീട് പോലീസ് ഈ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും ആ കുടുംബത്തിന്റെ പരാതി. തുടർന്ന് ഇത്തരത്തിൽ കുടുംബം പിന്നീട് സിറ്റി പോലീസ് കമ്മീഷണർക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും DGPക്കും അടക്കം പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു സമ്മർദ്ദത്തെ തുടർന്നാണ് പിന്നീട് പോലീസ് ഇവിടെ എത്തിയത് എന്നുള്ളതാണ് പ്രധാനമായും നാട്ടുകാരടക്കം പറയുന്നത്. അതിനുശേഷം ഈ PS ശ്രീധരൻപിള്ള, അതായത് മുൻ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സംഭവം നടന്ന ഉടനെ തന്നെ BJP പ്രവർത്തകരൊക്കെ ഇവിടെ എത്തുകയും കൃത്യമായ ഒരു സപ്പോർട്ട്, ഒരു പിന്തുണ കുടുംബത്തിന് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതേ തുടർന്നാണ് പിന്നീട് മുൻ ഗോവ ഗവർണർ അടക്കം ഇവിടെ എത്തി കുടുംബത്തെ സാന്ത്വനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു വീഡിയോ പ്രചരിക്കുന്നു. തന്നെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് യുവതി ഇദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള ഒരു വിമർശനം പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ പ്രചരിപ്പിക്കുന്നു. തുടർന്ന് ഈ വീഡിയോയ്ക്ക് വലിയ രീതിയിലൊരു വിമർശനം മറ്റ് കോണുകളിൽ നിന്ന് വരികയും, അതായത് കമന്റുകളിലടക്കം ഈ യുവതിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നു വരികയും ചെയ്തു. അതേ തുടർന്ന് പിന്നീട് യുവതി ആ വീഡിയോ മാറ്റുകയും തുടർന്ന് വിശദീകരണ വീഡിയോ പിന്നീട് ഇടുകയും ചെയ്തിരുന്നു. ഇത് കണ്ട് മനംനൊന്താണ് ഇത്തരത്തിൽ ഈ ഇദ്ദേഹം മരിച്ചത്, അല്ലെങ്കിൽ ദീപക് മരിച്ചത് എന്നുള്ളതാണ് പ്രധാനമായും ആ കുടുംബം ആരോപിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു വിഷമം ഈ ദീപകിനുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ ദിവസം മരണിക്കുന്ന ദിവസം തന്നെ കൃത്യമായി തന്നെ മാതാപിതാക്കളോട്, അമ്മയോട് ഈ കാര്യം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സാരമില്ല, നമുക്ക് പരിശോധിക്കാം, കാര്യങ്ങൾ തീരുമാനിക്കാം എന്നുള്ളതടക്കം അമ്മ പറഞ്ഞെങ്കിലും പിറ്റേ ദിവസം വിളിക്കാൻ ചെന്നപ്പോൾ ഡോറ് തുറക്കാത്തതിനെ തുടർന്ന് നാട്ടുകാരൊക്കെ വന്ന് ഒരുമിച്ചാണ് പിന്നീട് ഡോറ് തുറന്നത്. അപ്പോൾ തന്നെ ഈ ഇദ്ദേഹം മരിച്ചു കിടക്കുന്ന ഒരു സാഹചര്യമാണ് കാണുവാൻ സാധിച്ചത്. തുടർന്ന് വലിയ രീതിയിലുള്ള ഒരു വിഷമഘട്ടത്തിലേക്ക് കുടുംബം കടക്കുകയും ഇത്തരത്തിൽ പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുകയും ചെയ്തു. അസ്വാഭാവിക മരണത്തിന് സ്വാഭാവികമായ നടപടി മാത്രമാണ് അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുക എന്നുള്ളത്. അത്തരത്തിലുള്ള കേസല്ല. ആവശ്യം കൃത്യമായി തന്നെ നടപടി എടുക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. തുടർന്നാണ് ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർക്ക് അടക്കം പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷനും മാത്രമല്ല മുഖ്യമന്ത്രിക്കും DGPക്കും അടക്കം ഇത് നൽകുന്ന അല്ലെങ്കിൽ പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതേ തുടർന്നാണ് ഇന്ന് ഈ പോലീസ് ഇപ്പോഴെത്തി മൊഴിയെടുക്കുവാൻ ഇവിടെ വീട്ടിലേക്ക് എത്തിയത്. അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള അടക്കമുള്ള അർജുൻ PS ആണ് വിവരങ്ങൾ നൽകിയത്.